എൻ്റെ യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളോടും ഞാൻ പറയണേ, ഞാൻ ഈ ഫോൺ വാങ്ങിയിട്ടാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല. അതിൻ്റെ വീഡിയോസുകളൊക്കെ ഞാൻ എടുത്ത് വിട്ടുതരാം. ഇന്നലെയാണ് വാങ്ങിയത്. 27/5/2025 30,000 രൂപയുടെ ഫോണാണ്. കണ്ടില്ല നിങ്ങൾ? ഇപ്പം എങ്ങനെയുണ്ട് ഫോണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട? അങ്ങനെയാണ് ഇവിടെ കാണി. എന്താ രസം! കിളറില്ലപ്പോൾ കിളറില്ല. അതിങ്ങനെ സൂം ചെയ്തെടുക്കുക. കണ്ടില്ല നിങ്ങൾ? അറിയില്ല. അപ്പോൾ ഇനി ഒന്നിലേക്ക് വെക്കുക. എവിടെ പോകണ്ട. അപ്പോൾ ഞങ്ങളോട് എല്ലാവരും പറയുന്നുണ്ട്, 27 രാത്രി മഗ്‌രിബിൻ്റെ ശേഷം അപ്പോൾ വാങ്ങിയ ഫോണാണിത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് വിടാം. അപ്പോൾ ഞാൻ രാവിലെ 28-ാം തീയതി രാവിലെ പണിക്ക് പോവുകയാണ്. സംസുക്ക് അവിടെ കാത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ മൊബൈലെടുത്തതിൻ്റെ ക്യാമറ ആണ്. കണ്ടില്ല നിങ്ങൾ? ഇത് ഞങ്ങളെ മാർക്കറ്റാണ്. ഞാൻ ചായ അടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി കൂടുതൽ പറഞ്ഞില്ല. അപ്പോൾ ഇത് എന്ത് വിലക്ക് വാങ്ങിയെന്നുള്ളത്, വാങ്ങിയ 30,000 രൂപയ്ക്കാണ്. ഏതാണ് മൊബൈൽ എന്നുള്ളത് ഒക്കെ അതിൻ്റെ കൂടെ ഞാൻ വിട്ടുതരാം. ഒരു 12 മണിക്ക് വിടും, അല്ലെങ്കിൽ 4 മണിക്ക് വിടും. അപ്പോൾ നിങ്ങളിൻ്റെ വീഡിയോ കണ്ടോളി. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതേമാതിരി ഫോൺ വാങ്ങിക്കോളി. വെറുതെ നയിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടായിട്ട് ചിലവാക്കണ്ട. കണ്ണി കണ്ട ഫോണൊന്നും പോയി വാങ്ങണ്ട. ഇത് ഏതാ കമ്പനികളൊക്കെ ഞാൻ വിട്ടുതരട്ടാ. ഓക്കെ? എന്താ കാണിപ്പോൾ നല്ല കിളറില്ല. എടാ എന്താ മാഷാ! അല്ലെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് പൈസ ഇല്ല. നാട്ടിൽ പോവാണ് അടുത്ത മാസം 3-ാം തീയതി. അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ ഉറുപ്പ് കയ്യിലില്ല. തെങ്ങും തോട്ടത്തിൽ വെച്ചാൽ പലയിടത്തും പൈസ കൊണ്ടേ കെട്ടാണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് 1,70,000 രൂപ കൊണ്ടേ കെട്ടി. ഒരു സ്ഥലത്ത് ഇനി 60,000 കെട്ടാണ്ട്. ഒരു സ്ഥലത്ത് 20,000 കെട്ടാണ്ട്. ഒരു സ്ഥലത്ത് 15,000 കെട്ടാണ്ട്. ഇപ്പോൾ ഒന്നും കയ്യിൽ പൈസ. അതിൻ്റെ ഇടയിലാണ് ഓരോരുത്തർ പറഞ്ഞ്, ഇങ്ങനെ എൻ്റെ മൊബൈൽ നല്ല ക്ലിയറായി കിട്ടണില്ല, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യേ, ഇതൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട്. യൂട്യൂബിൽ നിന്ന് ₹1 കിട്ടിയിട്ടുമില്ല. എന്നാൽ കിട്ടിയ സമാധാനം ഉണ്ടായിരുന്ന അന്നായിട്ട് വാങ്ങാൻ വിചാരിക്കുക. ഇത് അതുമില്ല. ഇപ്പോൾ 2 മാസം കൊണ്ട് യൂട്യൂബ് തുടങ്ങിയതാണ്. യൂട്യൂബ് തുടങ്ങിയ കുറച്ച് ദിവസമായി. ഞാനങ്ങനെ ഒന്നും വിടലില്ല. ഇനി കൂടുതൽ സംസാരിക്കണില്ല. ഞങ്ങൾ ഒരു 4 മണിയാകുമ്പോഴത്തേൻ്റെ ഞാൻ വേറെ വീഡിയോ കൂടി ഇടും. അപ്പോൾ ഒന്ന് നോക്കിക്കോളിട്ടായി അതാ ഫോണെന്നുള്ള കാര്യം. അതുകൊണ്ട് അതേമാതിരി നിങ്ങൾ വാങ്ങിക്കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിക്കോളൂ. നിങ്ങളെ മക്കൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ. ഓക്കെ? അപ്പോൾ ഞാൻ ചാടിക്കാൻ വേണ്ടി ഇവിടെ വന്നാൽ ഇതാണ് ഞാൻ പറഞ്ഞ കട. അപ്പോൾ ആ ക്യാമറ ഈ മൊബൈൽ എടുത്തതിന് ശേഷം എന്താ മൊബൈൽ നല്ല ക്ലിയറില്ല. അവിടെ നിന്നാണ് ഞാൻ ഫോൺ വാങ്ങിയത്. ആ കടക്കാരെ അവിടെ ഉണ്ട് ഒരു കട. ഓൻ്റെ അടുത്ത് നിന്ന് ഇളനീം കുടിക്കാൻ വരും. അതിക്ക് 3,000 കുറച്ച് തന്നെ. റഫീഖളെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് സ്കൂട്ടി തന്നല്ലോ. ഇതേമാതിരി മൂപ്പയാരും എനിക്കൊരു 3,000 കുറച്ച് തന്നെ. അതേമാതിരി ആ മനുഷ്യനും ഇളനീം കുടിക്കാൻ വരുന്ന കാലത്താലെ ഒരു 3,000 കുറച്ച്. എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞു പോകണമെങ്കിൽ തെങ്ങ് കയറാൻ പോവുകയാണ്. ഇനി ഈ വീഡിയോ ഈ മൊബൈലിലായിരിക്കും ഞാൻ എല്ലാം എടുക്കുക. ഇത് മൊബൈൽ വിട്ടുതരട്ടാ. അതേമാതിരി നിങ്ങളിത് പോയി എടുത്താൽ മതി. എല്ലാ കണ്ണിയും കൊണ്ട് പോയി എടുക്കല്ലേ. ഓക്കെ? ഞാൻ ചാടിക്കാൻ വന്നാൽ ഒരു ബിസ്ക്കറ്റും ചായയും കുടിച്ചിട്ടാണ് തെങ്ങ് കയറാൻ പോണേ. എല്ലാവരോടും എൻ്റെ വാക്കിലല്ലോ ഞാൻ ഉള്ള കാര്യം വിടുള്ളൂ കേട്ടോ. ഇല്ലാത്തൊന്നും പറഞ്ഞു വിടില്ല. ഓക്കെ?